സ്വർഗസ്വനായ പിതാവാം ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതുപോരാ, നാളിതുപോരാ, ആയുസ്സുമിതുപോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാളിതുപോരാ, നാവിതുപോരാ, ആയുസ്സുമിതുപോരാ. അതെ, ദൈവം ചെയ്ത നന്മകൾ ഓരോ ദിവസവും അതിശയമായി നടത്തുന്നു. മനുഷ്യരിൽ ഭൂമിയിൽ പലരും പല രീതിയിലും ജീവിച്ചു പോകുന്നു. പക്ഷെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. ആത്മാവിനെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ആ സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്താതാണോ നമ്മൾ നടക്കുന്നത്? ആത്മാവിനെ ദിനംപ്രതി നമ്മൾ ശക്തിപ്പെടുത്തി ആ ദൈവത്തിൻ്റെ ആത്മാവുമായി കണക്റ്റായിട്ടാണോ നടക്കുന്നത്? ചിന്തിക്കണം, നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോരുത്തരുടെ ആയുസ്സുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആത്മാവ് നഷ്ടമായാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമുക്ക് എത്തുവാൻ കഴിയത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ചുരുക്കം ദിവസങ്ങൾ ഇവിടെ ജീവിച്ചു പോകാൻ വേണ്ടിയല്ല, കോടാനുകോടി വർഷം ജീവിക്കുവാൻ ആ ജീവാത്മാവ്, ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പകർന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരും ആ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ആ ദൈവത്തിലേക്ക് അടുക്കുവാനാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വചനങ്ങൾ വായിച്ച് വചനത്തിലുള്ളത് വിശ്വസിച്ച് സ്വീകരിക്കുക. പഴയ നിയമത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. പക്ഷെങ്കിൽ ദൈവപുത്രൻ വന്നപ്പോഴോ മോശയെക്കാട്ടിലും ഉന്നതനായി ആ ഭവനത്തിൻ്റെ പുത്രനായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ദൈവം തന്നെ വന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ആ കാൽവറിയിൽ മരിച്ച് അടക്കപ്പെട്ട് എഴുന്നേറ്റ് നമ്മളെ കാണിച്ച് നമുക്ക് നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നമുക്കൊരു ജീവിതം ഉണ്ട് സ്വർഗത്തിൽ, ആ ദൈവരാജ്യത്തിൽ. ദൈവത്തിൻ്റെ പുത്രനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആ പുത്രനിൽ വിശ്വസിച്ച്, ആ വചനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ നമുക്കും ആ നിത്യത അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ ആത്മാവിനെ സ്വർഗത്തിലിരുത്തിയിരിക്കുന്നു. അത് കളയാതെ നമ്മൾ കാത്തു പരിപാലിക്കേണ്ട ആവശ്യം തന്നെയാണ്. ഈ ലോകത്തെ പലവിധ ചിന്തകളാലും പല പ്രശ്നങ്ങളാലും മനുഷ്യരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്. പല അസുഖങ്ങളും പല പ്രശ്നങ്ങളാണ്. അസുഖത്തിനൊക്കെ മരുന്ന് കഴിച്ച് ഒരസുഖത്തിനും മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു അസുഖം വരുന്നു. ആ അസുഖത്തിന് മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു അസുഖം വരുന്നു. അങ്ങനെ മരുന്ന് കഴിച്ച് മനുഷ്യൻ്റെ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ദൈവരാജ്യത്ത് ഈ ദൈവത്തെ അറിയുന്ന പുത്രന്മാർക്ക് അല്ലെ ഭക്തന്മാർക്ക്
ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ വരുമ്പോൾ ഇതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? ദൈവം എല്ലാത്തിനും പരിഹാരമാണ്. ദൈവത്തിൻ്റെ പുത്രൻ ഇസ്രായേലിൽ വന്നപ്പോൾ പല പ്രവൃത്തികളും ചെയ്തു. പലരെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, പലരുടെ രോഗങ്ങളൊക്കെ സൗഖ്യമാക്കി, പല ഭൂതങ്ങളെയൊക്കെ പുറത്താക്കി, പല പ്രവൃത്തികളും ചെയ്തു. ആ പുത്രനിൽ വിശ്വസിക്കുന്ന, ആ പുത്രൻ്റെ പാത പിന്തുടരുന്ന, ആ വചനങ്ങൾ അനുസരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ചെയ്യാൻ പറ്റും. പുത്രൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തതിലും അപ്പുറം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ സകല രോഗസൗഖ്യങ്ങളും സകല ആവശ്യങ്ങളും നമ്മുടെ ദൈവരാജ്യത്തുണ്ട്. ആ ദൈവരാജ്യത്തെ നമ്മൾ സ്വീകരിക്കുക. ദൈവവചനങ്ങൾ വായിച്ചത് അനുസരിക്കണം. പന്ത്രണ്ട് കൊല്ലം അസുഖമായിട്ട് പല വൈദ്യന്മാരെയും കണ്ട് സൗഖ്യമാകാതെ വന്നപ്പോൾ ആ രക്തസ്രാവക്കാരിയായ സ്ത്രീ ദൈവത്തിൻ്റെ പുത്രൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ദൈവരാജ്യത്ത് പല സൗഖ്യങ്ങളുമുണ്ട്. ദൈവത്തെ അറിയുന്ന മക്കളെ ദൈവം നടത്തും എന്നുള്ള ആ വിശ്വാസം നമ്മളിൽ പലർക്കുമില്ല. ആദ്യം തന്നെ അസുഖങ്ങളൊക്കെ വരുമ്പോഴും ആശുപത്രിയിലാണ് അഭയം പ്രാപിക്കുന്നത്. മുൻപേ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടുകൂടി സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറയ്ക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ ഏത് അസുഖം വന്നാലും അവന് പിടിച്ചു നീക്കാൻ പറ്റും. ദൈവം അവനെ സൗഖ്യമാക്കും. ഇനി സൗഖ്യമാക്കിയാലും ആക്കിയില്ലെങ്കിലും നമ്മൾ അതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം മരുന്ന് കഴിച്ചാലും മരിക്കും, മരുന്ന് കഴിച്ചില്ലേലും മരിക്കും. ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാണ്. ആ സ്വർഗത്തിലിരുത്തിയിരിക്കുന്ന ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഓട്ടം, അല്ലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഉയരങ്ങളിലേക്കുള്ള ചിന്തിക്കുവാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ മനുഷ്യനൊക്കെ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിച്ച് ആ ദൈവപുത്രനെ പരീക്ഷിച്ച പിശാച് പറഞ്ഞ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇത് മുഴുവനും നിനക്ക് നൽകാം എന്ന് പറഞ്ഞ ആ വിഗ്രഹാരാധനയായ ആ ദൈവിക മോഹങ്ങളാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് മനുഷ്യനെയൊക്കെ തെറ്റിച്ച് കളയാതെ ദൈവത്തിൻ്റെ വചനം സൗജന്യമായി പകർന്നു കൊടുക്കുക. പലരും ദൈവത്തെ അറിയാൻ പല സ്ഥലങ്ങളിലും പലയിടത്തും പോയി പല പ്രവൃത്തികളും ചെയ്യുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ദൈവാത്മാവുണ്ട്. ആ ദൈവത്തെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞ് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിങ്ങളെ നിറച്ച് ആ ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ സൗഖ്യമാക്കും. ദൈവരാജ്യത്ത് കടക്കണമെങ്കിൽ, അല്ലെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വരും. കാരണം പിശാച് ഒരാളെപ്പോലും ദൈവരാജ്യത്ത് കടത്തുവാൻ അവൻ തയ്യാറല്ല.
അപ്പോൾ ദൈവരാജ്യത്ത് കടക്കുന്ന ഒരു വ്യക്തിയെ അവൻ പല രീതിയിലും തെറ്റിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ആ ദൈവരാജ്യത്ത് ആ ആത്മാവിനെ നേടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഈ ഭൂമിയിൽ കിടന്ന് പല രീതിയിലും പല കുടുംബത്തിലും പല പ്രശ്നങ്ങളാണ്. അമ്മായിമ്മയും മരുമോളും അല്ലെ അയലോകക്കാരും പല പ്രശ്നങ്ങളായിട്ട് മനുഷ്യർ ദൈവത്തെ അറിയുന്നു എന്ന് പറഞ്ഞ് ഒരു സ്വസ്ഥതയില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. കോടികളുണ്ടാക്കി ഒരു ജീവിതം നയിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെങ്കിൽ ഈ ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്ത് എന്ത് ഉണ്ടാക്കിയിട്ടും പ്രയോജനമില്ല. ഈ ലോകത്തെ ജീവിതം വെറും പുല്ല് മുളച്ചു വരുന്ന പോലെയുള്ളൂ, വെറും താൽക്കാലികമാണ്. ഈ ലോകത്തെ സ്നേഹിച്ച് ഈ ലോകത്തിലുള്ള സകല ആഡംബരങ്ങളും സകല പ്രവൃത്തികളും ചെയ്ത് ജീവിച്ചാൽ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല ആർക്കും. ദൈവവചനങ്ങൾ വായിച്ച് അതിലുള്ളത് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. 10 കൽപ്പനകൾ സീനായി മലയിൽ വച്ച് ദൈവം തന്നിട്ടുണ്ട്. അതിൽ 4-ാം കൽപ്പനയായ കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണം. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ പല തിരക്ക് കാരണം പല ജോലികളും പല പ്രവൃത്തികളും മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ആ സ്വസ്ഥത ശനിയാഴ്ച ദിവസമാണ്. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടിലാണ് മനുഷ്യരുടെ പോക്ക്. കാര്യം ആദ്യം മുതൽ പഠിപ്പിച്ചു വന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ സ്വസ്ഥത എന്നാണെന്ന് പോലും മനുഷ്യന് അറിയാതെ ഞായറാഴ്ച ദിവസം പോയി ആരാധിച്ച് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നടക്കുന്നു. 10 കന്യകമാർ ഒരുങ്ങിയിരുന്നു ദൈവരാജ്യത്ത് പ്രവേശിക്കുവാൻ. അതിൽ 5 പേരെ പ്രവേശിച്ചുള്ളൂ. 5 പേര് വിളക്കിൽ എണ്ണ സ്റ്റോക്ക് ചെയ്തില്ല. നമ്മളിലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് നമ്മളത് അനുസരിക്കണം, വിശ്വസിക്കണം. സ്വർഗത്തിൽ നമ്മുടെ ഈ ആത്മാവിനെ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ്. അതിനെ നേടുവാൻ നമ്മൾ ആ സത്യവചനം വായിച്ച് സത്യത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയിലുള്ളത് ചിന്തിച്ച് പല പ്രശ്നങ്ങളാൽ നടന്നാൽ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകും. ആ ദൈവത്തിൻ്റെ പദ്ധതിയിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ദൈവം ആത്മാവാണ്. ദൈവത്തെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പകർന്നു തന്നു. ആ ജീവാത്മാവ് ആ ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ദൈവപുത്രനായി വന്നു. ആ പുത്രനിൽ വിശ്വസിക്കുക. ആ പുത്രനിൽ കൂടെ ആ ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റും. ആ ദൈവ സ്നേഹം അറിയാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും നമ്മളെ വഴി നടത്തും ആ ദൈവം. അതുകൊണ്ട് ആ സ്വർഗത്തിലിരിക്കുന്ന ആ ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ദിനംപ്രതി ആ ദൈവപുത്രൻ്റെ തലയോളം വളരുവാൻ ശ്രമിക്കുക. സത്യവചനത്തിൽ വിശ്വസിക്കുക. ഇതെല്ലാം ഒരു വിശ്വാസമാണ്. പഴയ നിയമത്തിൽ വിശ്വസിച്ചവരുടെ പട്ടികകളൊക്കെ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്.
അതുപോലെ തന്നെ 4-ാം അധ്യായത്തിൽ, എബ്രായർ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, കർത്താവിൻ്റെ വരവിൽ, ദൈവപുത്രൻ്റെ വരവിങ്കൽ ഈ സ്വസ്ഥതയിൽ പ്രവേശിച്ചവർ മരിച്ചാലും ഉയർത്തെഴുന്നേക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. കർത്താവിൻ്റെ വരവിങ്കൽ മേഘങ്ങളിൽ എടുക്കപ്പെടും. ആ കർത്താവിനൊപ്പം നമ്മൾ എന്നും വസിക്കും എന്നുള്ള വചനമാണ്. ഈ സത്യവചനത്തെ വിശ്വസിക്കണം. പലർക്കും ഈ അന്ത്യകാലത്ത് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവമുണ്ടോ എന്ന് പോലും മനുഷ്യർക്ക് സംശയമാണ്. പല രീതിയിലും പഠിപ്പിക്കുന്നു. പല പല മതങ്ങളായിട്ടിങ്ങനെ പല രീതിയിലാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ ബൈബിളുകൾ വായിച്ച് ബൈബിളിൽ വിശ്വസിക്കുക, ബൈബിളിലുണ്ടോ എന്ന് നോക്കുക, ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിനെ നഷ്ടപ്പെടുത്താതെ അന്ത്യം വരെയും വിശ്വസ്തയോടെ കാത്തു പരിപാലിക്കണം. പ്രൈസ് ദി ലോർഡ്.